പുതിയ പുതിയ ട്രെൻഡ് ഫുഡ് പ്രോസസ്സിങ്, ഫുഡ് മാനുഫാക്ചറിങ് സെക്ടറിൽ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് ഇൻഗ്രീഡിയൻസ് അത് പ്രദർശിപ്പിക്കുന്നത് ഹെൽത്ത് കോൺഷ്യസ്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് തോന്നുന്നത് മാത്രം പ്രദർശിപ്പിക്കുക ഓരോ ട്രെൻഡിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ആ ട്രെൻഡിലേക്ക് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ ചില അസുഖങ്ങൾക്ക് ചില ഫുഡ് പറ്റില്ല. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് മാറ്റിക്കൊണ്ടാണ് വേറെ അതേ സെയിം സാധനം വേറെ രീതിയിൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വിവിധ ഭക്ഷണം. ഇപ്പോൾ ഞാനിപ്പോൾ ലിത്വാനിയയുടെ മിനിസ്റ്ററായിട്ട് സംസാരിക്കുകയാണ്. അവരുടെ റിസർച്ച് ടീം ഈസ് ഡൂയിങ് വെരി കോംപ്രിഹെൻസീവ് സ്റ്റഡി അബൌട്ട് ദ ഹെൽത്ത്. ലിത്വാനിയയുടെ മിനിസ്റ്ററിനുള്ളത് അങ്ങനെ ഓരോ രാജ്യം അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇറ്റാലിയനിൽ നിന്നുള്ള മിനിസ്റ്ററിനെ കണ്ടു. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ 1000 ഏക്കർസ് സ്ഥലമെടുത്ത് കോൺട്രാക്ട് ഫാമിംഗ് നടത്തുന്നു. ഇന്ത്യയിലും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പോവുകയാണ് കൂടുതൽ. എവിടെ? പൂനെയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആന്ധ്രാപ്രദേശിൽ ബനാന കോൺട്രാക്ട് ഫാമിംഗ് ചെയ്യുന്നത് സംസാരിച്ചു. അല്ല, ബനാന ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കോൺട്രാക്ട് ഫാമിംഗ് കൊടുത്താൽ അവരെ സഹായിക്കാനും സാധിക്കും, നല്ല പ്രൊഡക്റ്റ് കിട്ടും. കാരണം ഇപ്പോൾ എല്ലാവരും ലാബറട്ടറിയും വളരെ സ്ട്രിക്റ്റാണ്. GCC രാജ്യങ്ങൾ മാത്രമല്ല, ലോകം മുഴുവൻ കെമിക്കൽ, അങ്ങനെ എല്ലാം കെമിക്കൽ ഫ്രീ വേണം. അതുപോലെ ഫെർട്ടിലൈസർ എന്ന കെമിക്കൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരുപാട് ട്രെൻഡാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് പിടിച്ചേക്കാൻ പറ്റും.